നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നെതന്യാഹുവിനെ ഇസ്രയേലിൻ്റെ രക്ഷകൻ എന്ന് വിശേഷിപ്പിച്ച ട്രംപ് ഇപ്പോൾ നെതന്യാഹുവിനെയും ഗാസയെയും കൈവിട്ടിരിക്കുകയാണ്. ട്രംപ് അധികാരത്തിലെത്താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നെതന്യാഹുവാണ്. അതിന് പ്രധാന കാരണം ഗാസ യുദ്ധത്തിൽ ട്രംപിൻ്റെ പരിപൂർണ പിന്തുണയുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. ഒരവസരത്തിൽ ഗാസയെ ഒഴിപ്പിച്ച് ടൂറിസ്റ്റ് കേന്ദ്രമാക്കി കൊടുക്കാമെന്ന വാഗ്ദാനവും ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ നിന്ന നിൽപ്പിൽ മലക്കം മറിഞ്ഞിരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ. സുന്നികളുമായുള്ള സഖ്യം ഉറപ്പിച്ചതോടെ ട്രംപ് ജൂതരെ കൈവിട്ടോ എന്ന സംശയവും ഉയരുന്നു. ഇസ്രയേൽ ഇന്നത്തെ രൂപത്തിൽ സ്ഥാപിക്കപ്പെട്ടതു മുതൽ അവരുടെ നിലനിൽപ്പിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് അമേരിക്ക നൽകിപ്പോന്ന കലവറയില്ലാത്ത പിന്തുണ തന്നെയായിരുന്നു. സൈനികവും സാമ്പത്തികവും തന്ത്രപരവും നയതന്ത്രപരവുമായ ഉറച്ച പിന്തുണ തന്നെയാണ് അമേരിക്ക നൽകി വന്നിരുന്നത്. ലോകം മുഴുവൻ ഇസ്രയേലിനെ വിമർശിച്ച നിന്ദിച്ച അവസരങ്ങളിലൊക്കെ തന്നെ തെറ്റും ശരിയും നോക്കാതെ അവർക്കൊപ്പം ഉറച്ചുനിന്ന രാജ്യം ആണ് അമേരിക്ക. അതിലുണ്ടാകുന്ന നേരിയ ചാഞ്ചാട്ടം പോലും ഇസ്രയേലിനെ ഇപ്പോൾ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ്. അറബ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുമ്പോൾ ഇസ്രയേലിൽ പോകേണ്ട എന്ന ട്രംപിൻ്റെ തീരുമാനം ഇസ്രയേലിനെ ഞെട്ടിച്ചതും അതുകൊണ്ടുതന്നെയാണ്. അറബ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ പുതിയ കൂട്ടുകെട്ടാണ് ഇസ്രയേലിന് തിരിച്ചടിയായിട്ടുള്ളത്. ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനം മുതൽ തന്നെ ഇസ്രയേലിന് കാര്യങ്ങൾ അല്പം പന്തിയല്ല എന്ന തോന്നൽ ഉണ്ടായിട്ടുണ്ട്. സൗദി അറേബ്യ, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിലെ ട്രംപിൻ്റെ സമീപകാല പര്യടനം പശ്ചിമേഷ്യയിൽ ഒരു പുതിയ സുന്നി നേതൃത്വത്തിലുള്ള സഖ്യം ഉറപ്പിച്ചതോടെയാണ് ഏറ്റവും ശക്തമായ സഖ്യകക്ഷിയായ ഇസ്രയേലിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും കൂടുതൽ വിഷമഘട്ടത്തിലാക്കിയിരിക്കുന്നത്. അറബ് രാജ്യങ്ങളുമായുള്ള അടുപ്പം വർദ്ധിപ്പിച്ചും അമേരിക്കയിലേക്ക് വമ്പൻ നിക്ഷേപം ഉറപ്പാക്കിയും ഡൊണാൾഡ് ട്രംപ് മുന്നേറുകയാണ്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ചങ്കിടിക്കുന്നത് ഇസ്രയേലിൻ്റേതാണ്. അറബ് രാജ്യങ്ങളുമായി ആയുധങ്ങൾ, ബിസിനസ്, സാങ്കേതികവിദ്യ എന്നിവയുമായി ബന്ധപ്പെട്ട കരാറുകളാണ് അമേരിക്ക ഒപ്പുവെച്ചിരുന്നത്. അറബ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ ആയുധ ഇടപാടുകൾ, സാമ്പത്തിക പങ്കാളിത്തങ്ങൾ എന്നിവ നെതന്യാഹുവിൻ്റെ അജണ്ടയ്ക്ക് വിരുദ്ധമായി കാണപ്പെടുന്ന വിഷയങ്ങളാണ്. കാരണം ഗാസ വിഷയത്തിൽ ഇസ്രയേലിനെതിരെ ശക്തമായ നിലപാടാണ് അറബ് രാജ്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ അറബ് രാജ്യങ്ങളുമായാണ് ഇസ്രയേലിൻ്റെ ഏറ്റവും അടുത്ത പിന്തുണ രാജ്യമായ അമേരിക്ക നയതന്ത്ര ബന്ധം ശക്തമാക്കിയിരിക്കുന്നത്. ഇതാണിപ്പോൾ നെതന്യാഹുവിന് തിരിച്ചടിയായി ഭവിച്ചതും. അതിനപ്പുറം ഇസ്രയേലിനെ നിരാശപ്പെടുത്തിയ അല്ലെങ്കിൽ ഇത്തിരി ചൊടിപ്പിച്ച പല തീരുമാനങ്ങളും ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തിട്ടുമുണ്ട്. അതിലൊന്ന്, ഗാസയിൽ ഹമാസിനെതിരായ യുദ്ധം ശക്തിപ്പെടുത്തുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചതിനു പിന്നാലെ തന്നെ ഹമാസുമായി അമേരിക്ക നേരിട്ട് ചർച്ച നടത്തിയതാണ്. ഇതിൻ്റെ ഫലമായി അമേരിക്കൻ പൗരൻ ഈഡൻ അലക്സാണ്ടറിനെ ഹമാസ് മോചിപ്പിക്കുകയും ചെയ്തു. ഇസ്രയേലിനെ ഒഴിവാക്കിയാണ് അമേരിക്ക ഹമാസ് ചർച്ച നടന്നതെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മറച്ചുവെച്ചിട്ടുമില്ല. അത്തരമൊരു വാർത്താക്കുറിപ്പാണ് നെതന്യാഹുവിൻ്റെ ഓഫീസ് ഇപ്പോൾ പുറത്തുവിട്ടത്. ഖത്തറിൻ്റെ, ഈജിപ്തിൻ്റെയും സഹായത്തോടെയാണ് അമേരിക്ക ഹമാസുമായി ചർച്ച നടത്തിയതും ഈഡൻ്റെ മോചനം സാധ്യമാക്കിയതും. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഊർജം പകരുന്നതും എല്ലാ ബന്ദികളുടെയും മോചനത്തിന് വഴി തുറക്കുന്നതുമാണ് ഈ നടപടിയെന്നാണ് ട്രംപ് പ്രസ്താവിച്ചത്. എന്നാൽ ഒരു തരത്തിലുള്ള വെടിനിർത്തലിനും ഇസ്രയേൽ സമ്മതിച്ചിട്ടില്ല എന്നാണ് നെതന്യാഹുവിൻ്റെ ഓഫീസ് പ്രസ്താവന ഇറക്കിയതും. ഈഡൻ അലക്സാണ്ടറിനെ മോചിപ്പിച്ചതിന് പകരം ഇസ്രയേൽ തടവിലുള്ള ആരെയും മോചിപ്പിക്കില്ല എന്ന് നെതന്യാഹു വ്യക്തമാക്കുക കൂടി ചെയ്തതോടെ അമേരിക്കയും ഇസ്രയേലും രണ്ടു വഴിക്കാണ് ഇപ്പോൾ നീങ്ങുന്നത് എന്ന സൂചന കൂടുതൽ ശക്തമായിരിക്കുകയാണ്. സൗദി അറേബ്യയ്ക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നായിരുന്നു റിയാദിൽ വെച്ചുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ മറ്റൊരു പ്രഖ്യാപനം. സിറിയയ്ക്കെതിരായ ഉപരോധം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചെന്നു മാത്രമല്ല, പ്രസിഡന്റ് അഹമ്മദ് അൽഷാരയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇതും നെതന്യാഹുവിൻ്റെ കരണത്തിനേറ്റ അടി തന്നെയാണ്. ഒരിക്കൽ അമേരിക്കൻ സേന തടവിലാക്കിയ നേതാവാണ് അഹമ്മദ് അൽഷാര എന്നോർക്കണം. അൽ-ഖായിദ ബന്ധമടക്കം ഉള്ള ആരോപണങ്ങളും ഷാരയ്ക്കെതിരായി അമേരിക്ക ഉന്നയിച്ചതുമാണ്. 25 വർഷത്തിനു ശേഷമാണ് സിറിയൻ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. ശക്തനായ ഒരു പോരാളി എന്നാണ് ട്രംപ് അഹമ്മദ് അൽഷാരയെ ഇപ്പോൾ വിശേഷിപ്പിച്ചിട്ടുള്ളത്. തുർക്കി പ്രസിഡന്റ് എർദോഗനും ട്രംപുമായി ഓൺലൈനിൽ സംസാരിച്ചിട്ടുണ്ട്. 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഖത്തർ സന്ദർശിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് കൂടിയാണ് ട്രംപ്.
സുന്നി ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള അമേരിക്കയുടെ ഈ പുതിയ നയതന്ത്ര ബന്ധം ഇസ്രയേലിൻ്റെ പ്രധാന എതിരാളികളായ ഇറാനുമായി അമേരിക്ക കൂടുതൽ നല്ല ബന്ധത്തിലാകാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ സൂചന കൂടിയാണ്. മാത്രമല്ല, സിറിയയിലും ഇനി ഇസ്രയേലിന് അധികം നാൾ പിടിച്ചു നിൽക്കാനാകില്ല. പശ്ചിമേഷ്യൻ അറബ് രാജ്യങ്ങളുമായുള്ള ട്രംപിൻ്റെ നയതന്ത്ര ബന്ധം ഇപ്പോൾ ഇസ്രയേലിന് കല്ലുകടിയായി മാറിയിട്ടുണ്ട് എന്നാണ് നയതന്ത്രജ്ഞർ പൊതുവെ ചൂണ്ടിക്കാണിക്കുന്നത്. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവിടങ്ങളിലൂടെയുള്ള ട്രംപിൻ്റെ പര്യടനം വെറുമൊരു വിജയയാത്ര മാത്രമായിരുന്നില്ല. ഇസ്രയേലിനെതിരെ നിൽക്കുന്ന സുന്നി അറബ് രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധം ഈ യാത്രയിലൂടെ കൂടുതൽ ശക്തമാക്കാനാണ് ട്രംപിന് ആയിട്ടുണ്ട്. ഗാസ സംഘർഷം ഇത്രയും വഷളാക്കിയത് നെതന്യാഹുവിൻ്റെ ചില നയങ്ങളാണ് എന്ന് ട്രംപ് ഈ അടുത്ത് പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു. ഇസ്രയേലിനെ മറികടന്ന് നടത്തിയ ട്രംപിൻ്റെ പര്യടനം നെതന്യാഹുവിന് നൽകുന്ന വ്യക്തമായ സന്ദേശമായിട്ടാണ് പലരും കാണുന്നത്. മാത്രമല്ല, ഇസ്രയേലിനെ അതിശക്തമായി പിന്തുണച്ചിരുന്നത് അമേരിക്ക മാത്രമായിരുന്നു. അറബ് രാജ്യങ്ങളുമായി ട്രംപ് കൂടുതൽ അടുത്തതോടെ ഇസ്രയേലിന് ഇനി അമേരിക്കയുടെ പിന്തുണ അധികമുണ്ടാകാൻ ഇടയില്ല എന്ന് നയതന്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ട്രംപ് ഭരണകൂടം നെതന്യാഹുവിനോട് വളരെയധികം നിരാശരാണെന്നും ആ നിരാശ ഇപ്പോൾ വ്യക്തമായി പ്രകടമാകുകയാണെന്നും അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് റിപ്പബ്ലിക്കൻ മുൻ പ്രസിഡന്റ് ജോർജ് W. ബുഷിൻ്റെ കീഴിലുണ്ടായിരുന്ന നിയർ ഈസ്റ്റേൺ അഫയേഴ്സിൻ്റെ അമേരിക്കൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഡേവിഡ് ഷെങ്കർ. അതേസമയം അമേരിക്കയ്ക്ക് ആഴത്തിലുള്ള ഉഭയകക്ഷി പിന്തുണയുള്ള ഒരു സുപ്രധാന സഖ്യകക്ഷിയായ ഇസ്രയേലിനെ അമേരിക്ക ഉപേക്ഷിക്കുന്നില്ല എന്ന് ട്രംപ് ഭരണകൂടം പറയുന്നു. എന്നാൽ പൊതുവെ സ്വന്തം കാര്യം നോക്കി പോകാറുള്ള ട്രംപിൻ്റെ ആ വാക്കുകളുടെ സത്യസന്ധത എത്രത്തോളം ഉണ്ട് എന്ന് കാലം തന്നെ തെളിയിക്കേണ്ടി വരും. ഗാസയിലെ വെടിനിർത്തൽ, ഇറാന്റെ ആണവ പദ്ധതി എന്നിവയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഇടപെടൽ നെതന്യാഹുവിൻ്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ അമേരിക്കയുമായുള്ള ബന്ധത്തിൽ ഇതിനോടകം വിള്ളൽ വീണതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിനിടയിലാണ് ഇറാനെതിരായ സൈനിക നടപടിക്ക് പിന്തുണ തേടി നെതന്യാഹു അമേരിക്കയിലേക്ക് സന്ദർശനം നടത്തിയത്. എന്നാൽ ഇറാൻ പിന്തുണയുള്ള ഹൂതികളുമായി യമനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതും സിറിയയുമായി നേരിട്ട് ഇടപഴകിയതും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ട്രംപ് രംഗത്തെത്തിയതും ഇസ്രയേലുമായി നിലനിന്നിരുന്ന നിലപാടുകളിൽ അമേരിക്ക വ്യതിചലിച്ചതായുള്ള വ്യക്തമായ സൂചനയായിരുന്നു ഇതെല്ലാം. പുതിയ മിഡിൽ ഈസ്റ്റ് ക്രമം രൂപപ്പെടുന്നത് ഇസ്രയേലിലല്ല എന്ന് വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ മധ്യേഷ്യയുടെ പുതിയ നയങ്ങൾ രൂപീകരിക്കുന്നതെന്നും വിശകലന വിദഗ്ധർ പറയുന്നുണ്ട്. ഇറാനിൽ നിന്നും അതിൻ്റെ പ്രാദേശിക പ്രോക്സികളിൽ നിന്നുമുള്ള നിരന്തരമായ ഭീഷണികൾക്കിടയിൽ സുന്നി നേതൃത്വത്തിലുള്ള ഈ അറബ് സഖ്യം അമേരിക്കയ്ക്ക് ഗുണമാകുമെന്ന് ട്രംപ് കരുതുന്നതായി നയതന്ത്രജ്ഞർ പറയുന്നു. സൗദി അറേബ്യയുടെ പ്രേരണയെ തുടർന്ന് ഇസ്രയേലിൻ്റെ കടുത്ത എതിർപ്പുകളെ വകവയ്ക്കാതെ സിറിയയ്ക്കെതിരായ അമേരിക്കൻ ഉപരോധങ്ങൾ നീക്കാനുള്ള ട്രംപിൻ്റെ അപ്രതീക്ഷിത തീരുമാനം നെതന്യാഹുവിനെ വലിയ പ്രതിരോധത്തിലാണ് ആക്കിയിട്ടുള്ളത്. ഇതോടെ ഇസ്രയേൽ ഭരണകൂടത്തിനുള്ള അമേരിക്കൻ പിന്തുണ ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ അൽഷാറയുടെ കീഴിൽ സിറിയയുടെ അസാദിനു ശേഷമുള്ള രാഷ്ട്രീയ ക്രമം സ്ഥിരപ്പെടുത്തുന്നതിൽ അമേരിക്ക ശക്തമായ പങ്കുവഹിക്കുമെന്നും കരുതപ്പെടുന്നു. ഇസ്രയേലിലെ ബെൻഗുരിയോൺ വിമാനത്താവളത്തിൽ മിസൈൽ ആക്രമണം നടന്ന ദിവസങ്ങൾക്ക് ശേഷം ചെങ്കടലിലെ ഏറ്റവും ചെലവേറിയ അമേരിക്കൻ സൈനിക നടപടി ഫലപ്രദമായി അവസാനിപ്പിച്ചുകൊണ്ട് യമനിലെ ഹൂതികളുമായുള്ള വെടിനിർത്തലും ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതും നെതന്യാഹുവിൻ്റെ നില കൂടുതൽ പരുങ്ങലിലാക്കിയിരിക്കുകയാണ്. ഇതിനിടെ സ്വന്തം രാജ്യമായ ഇസ്രയേലിൽ നിന്നും നെതന്യാഹുവിന് കടുത്ത വിമർശനങ്ങളും നേരിടേണ്ടി വരുന്നു. വലിയ തോതിലുള്ള പ്രാദേശിക മാറ്റത്തിന് മുന്നിൽ സർക്കാർ സ്തംഭിച്ചതായി മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ് ആരോപിച്ചു. അഴിമതി ആരോപണത്തിൽ ഇസ്രയേലിൽ വിചാരണ നേരിടുന്നതും നെതന്യാഹുവിന് വലിയ രീതിയിൽ തിരിച്ചടി തന്നെയാണ്. ട്രംപിൻ്റെ പര്യടനത്തിനെക്കുറിച്ച് അദ്ദേഹം പരസ്യമായി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. എന്നാൽ അമേരിക്കയുമായുള്ള ബന്ധം വഷളാകുന്നതിനെക്കുറിച്ചും നയതന്ത്രപരമായി ഒറ്റപ്പെടുമെന്ന ഭയത്തെക്കുറിച്ചും ഇസ്രയേൽ മാധ്യമങ്ങൾ ഊഹാപോഹങ്ങൾ നിറയ്ക്കുകയാണെന്നാണ് നെതന്യാഹുവിൻ്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. മലയാളി വാർത്ത ഇൻസൈറ്റ്.